അല്ലെങ്കിൽ ഉലമാവിൻ്റെയും ഉമറായിൻ്റെയും ഇടയിൽ ഭിന്നത ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ്? ആ പ്രവർത്തിക്കുന്നത് അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ശത്രുക്കളായിട്ടുള്ള ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിക്കാലോചിച്ചാൽ നമ്മൾ മനസ്സിലാവും. പക്ഷേ ഈ ഇന്നത്തെ വാട്സപ്പിലും മറ്റു മീഡിയകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ തെറ്റായ കാര്യങ്ങളാണ്, വളരെ തെറ്റായ കാര്യങ്ങളാണ്. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെ വിളിച്ചു പറയുക എന്ന സ്വഭാവം, ആ സ്വഭാവം മാത്രം മതി ഒരു മനുഷ്യൻ കുറ്റവാളിയാകാൻ, അത് മാത്രം മതി എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ കുഴപ്പമുണ്ടാക്കാനുള്ള ഒരു സംഘടനയല്ല, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സംഘടനയല്ല എന്ന് പ്രസിഡന്റ് ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബഹുമാനികളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് ഒരു പ്രകാശത്തിൻ്റെ തുടർച്ചയാണ്. 100-ാം വാർഷികം 100-ാം വാർഷികം രണ്ടും ഒരുപോലെയാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ. ആ നൂറ് അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള നൂറാണ്. അള്ളാഹു നൂറുസ് സമാവാതി വൽ അർള്, സൂറത്തുൻ നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഉപമകളോടുകൂടെ വളരെ വിശദമായി പറയുന്ന ഒരു പ്രകാശമാണ്. തുടക്കം അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അള്ളാഹു എന്ന് വെച്ചാൽ മുഫസ്സിറുകൾ പറയുന്നത് മുനവ്വിറുഹുമ, ആകാശങ്ങളെയും ഭൂമിയെയും പ്രകാശിപ്പിക്കുന്നവനാണ്. ഇല്ലായ്മ എന്ന് പറയുന്ന കൂരിരുട്ടിൽ നിന്ന് ഉണ്ടാവുക എന്ന വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നവൻ അള്ളാഹുവാണ്. ഇല്ലായ്മ എന്ന് പറയുന്നത് ഭയങ്കര ഇരുളാണല്ലോ, ആർക്കെങ്കിലും കാണാൻ സാധിക്കോ? ഇല്ലായ്മയെ കാണാൻ സാധിക്കൂല, അത് കൂരിരുട്ട. അതിൽ നിന്ന് ഉണ്ടാവുക എന്ന വെളിച്ചത്തിലേക്ക് ഈ പ്രപഞ്ചത്തിനെ കൊണ്ടുവന്നവൻ അള്ളാഹുവാണ്. അത് അള്ളാഹുവിൻ്റെ നൂറാണ്. ആ നൂറിൽ നിന്നാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അന മിൻ നൂരില്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ ഒളിവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്, മഖ്ലൂക്കാണ് ഞാൻ. നൂറിൻ്റെ ഒരു ഭാഗമാണെന്നല്ല, ആ നൂറിൽ നിന്ന് മഖ്ലൂക്കാണ് ഞാൻ, സൃഷ്ടിക്കപ്പെട്ടവനാണ്. വകുല്ലു ഷൈഇൻ മിൻ നൂരി, എൻ്റെ നൂറിൽ നിന്നാണ് മറ്റുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പം മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു മഖ്ലൂക്കാണ്, ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ച. ഏതെങ്കിലും ഒന്ന് ആദ്യമായി സൃഷ്ടിക്കണമല്ലോ. എന്തിനാ പതിലിത്തര അസൂയ വിചാരിക്കണത്? എന്തിനാ പതിലിത്തര തർക്കിക്കാൻ നിൽക്കുന്നത്? ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ധാരാളം അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ സൂചന നൽകുന്നത് ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്. അതിനെ അള്ളാഹു സൃഷ്ടിച്ചു. ഒരുപാട് ആയത്തുകളിൽ സൂചന ഉണ്ട്. ഏറ്റവും ചെറിയ സൂറയാണ് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. കൗസർ എന്ന് പറയുന്നതിന് ഒരുപാട് തഫ്സീറുകളുണ്ട്. ആ തഫ്സീറുകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരാശയം അത് കസ്റത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാ, വർദ്ധനവ്. അപ്പം നബിയെ തങ്ങൾക്ക് തീർച്ചയായും നമ്മൾ അഅ്തൈനാക, നമ്മൾ തങ്ങൾക്ക് തന്നിട്ടുണ്ട് അൽ കൗസർ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനായ, കാനല്ലാഹു വാഹിദൻ ലാ ശൈഅ മഅഹു, അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരു സൃഷ്ടികളുമില്ലാതെ മറ്റൊരു മൗജൂദും മഖ്ലൂക്കുമില്ലാതെ ഏകനായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. സുഫിയാക്കളുടെ ഭാഷയിൽ മർത്തബത്തുൽ അമാ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഖലഖത്തുൽ ഖൽഖ ലിയുറഫ, പിന്നെ അള്ളാഹു സൃഷ്ടിച്ചു സൃഷ്ടികളെ. അപ്പോൾ ഒന്ന് സൃഷ്ടിച്ചാൽ കഥറത്തായി. അള്ളാഹു അല്ലാത്ത ഒന്നിനെ സൃഷ്ടിച്ചാൽ ഒരു ഖാലിക്കും ഒരു മഖ്ലൂക്കും രണ്ടായില്ലേ.
പക്ഷേ ഒന്ന് ഖാലിഖാണ്, ഒന്ന് മഖ്ലൂക്കാണ്, ആ വ്യത്യാസം ഉണ്ടെങ്കിലും 1, 2 എന്ന് പറയാലോ. അപ്പോൾ ആ വർദ്ധനവ്, ആ കസറത്ത്, ഇന്നാ അഅ്തൈനാകൽ കൗസർ, അത് നബിയെ തങ്ങൾക്കാണ് നമ്മൾ തന്നത്. അപ്പോൾ അതൊരു സൂചനയാണ്. വഅന അവ്വലുൽ മുസ്ലിമീൻ, മറ്റൊരിടത്ത് പറയുന്നു ഞാനാണ് ആദ്യത്തെ മുസ്ലിം, അള്ളാഹുവിന് വഴിപ്പെട്ടവൻ, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടവരിൽ ആദ്യത്തവൻ ഞാനാണ്. അതിലൊരു സൂചന. അള്ളാഹുവിൻ്റെ കൽപ്പന 2 ജാതിയുണ്ട്. അത് തക്ലീഫിൻ്റെ കൽപ്പന ഉണ്ട്. ഖിതാബ് തക്ലീഫ്, ഖിതാബ് തക്വീൻ. ഉണ്ടാക്കാൻ, ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ അള്ളാഹു ഉണ്ടാവണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാവണം എന്നാണ് കൽപ്പിച്ചാൽ, കുൻ എന്നാണ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഉണ്ടാവും. അതാണ് ഖിതാബ് തക്വീൻ. അപ്പോൾ ആ കൽപ്പനക്ക് ആദ്യമായി വഴിപ്പെട്ടവൻ ഞാനാണെന്ന് പറയുമ്പോൾ ഉണ്ടാവാൻ ആദ്യം അള്ളാഹു പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. സൂചന. അങ്ങനെ ധാരാളം സൂചനകൾ ഖുർആനിലുണ്ട്. ആ ഒരു പ്രകാശം, അതേ പ്രകാരം തന്നെ ഹിദായത്ത്, ഹിദായത്തിൻ്റെ പ്രകാശം. 2 പ്രകാശമാണ് പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. ഒന്ന് നൂറുൽ ബിദായ, ഒന്ന് നൂറുൽ ഹിദായ. തുടക്കം കുറിച്ചു എന്നുള്ള ആ ഒരു മഹത്വം, അതിൽ നിന്നാണ് ലോകം മുഴുവൻ ഉണ്ടായത്. അപ്പോൾ ലോകത്തിൻ്റെ പ്രകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ വന്നിട്ടുള്ള പ്രകാശമാണ്. അതാണ് നൂറുൽ ബിദായ. അതേ പ്രകാരം തന്നെ ഹിദായത്ത്. ആ ഹിദായത്ത് ഈ ഉമ്മത്തിന് മാത്രമല്ല, കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്കും ലോകത്തിന് മുഴുവനും ഹിദായത്ത്, അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്തിൻ്റെ പ്രകാശം. ആ പ്രകാശം ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളിപ്പെടുന്നതിൻ്റെ മുമ്പും പിമ്പും ആ ഹിദായത്തിൻ്റെ പ്രകാശം ലോകത്തൊട്ടാകെ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അമ്പിയാക്കൾക്ക് പോലും അത് ലഭിച്ചിട്ടുണ്ട്. അപ്പം നൂറുൽ ഹിദായത്തും നൂറുൽ ബിദായത്തും, ആ ഹിദായത്തിൻ്റെ പ്രകാശം 23 കൊല്ലക്കാലം കൊണ്ട് ആ പ്രകാശം പകർത്തിക്കൊടുത്തു. ബഹുമാനപ്പെട്ട സഹാബത്തിന് പകർത്തിക്കൊടുത്തു. സഹാബത്തത് താബീങ്ങൾക്ക് പകർത്തിക്കൊടുത്തു. അങ്ങനെ ആ പ്രകാശം തുടർന്ന് വരികയാണ്. കേരളത്തിലോ, ഇവിടെ വിവരിച്ചല്ലോ, കേരളത്തിൽ ആ പ്രകാശം വന്ന ചരിത്രം, ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും നല്ലൊരു അഭിപ്രായം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ആ പ്രകാശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഹിദായത്തിൻ്റെ പ്രകാശം, ശരിയായ ഹിദായത്തിൻ്റെ പ്രകാശം സഹാബത്തിൽ നിന്ന് പകർത്തി, അല്ലെങ്കിൽ സഹാബത്തിൽപ്പെട്ടവർ തന്നെ. ഹിജറ 5-ാം കൊല്ലം എന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം സഹാബത്ത് തന്നെ, ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ, ആ പ്രകാശം നബി തങ്ങളുടെ കാലത്ത് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു, അവരുടെ അനുയായികൾ, അവരിലൂടെയാണ് ആ പ്രകാശം ഇവിടെ പരത്തിയത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണം വ്യാപകമായി നടന്നത് അവരുടെ വരവോടുകൂടെയാണ്. അവരൊക്കെ വലിയ മഹാന്മാരായിരുന്നു. നിങ്ങൾ നോക്കൂ, അവരുടെ ചരിത്രം, ബഹുമാനപ്പെട്ട മഖ്ദൂമീങ്ങൾ വരുന്നത് വരെയുള്ള അവരുടെ ചരിത്രം ചരിത്രകാരന്മാർ പരിശോധിച്ച് നോക്കിയാൽ, പരിധി നോക്കിയാൽ ചരിത്രങ്ങൾ വിശദമായി കാണാൻ പല നൂറ്റാണ്ടുകളിലും പ്രയാസമായി. എന്തുകൊണ്ടാണ്? അവരുടെ ചരിത്രങ്ങൾ പിൻഗാമികൾ മനസ്സിലാക്കണം എന്നുള്ള ചിന്ത ആയിരുന്നില്ല. നാം മനസ്സിലാക്കണം, അവർക്കിവിടെ സ്വന്തം ഇത്തബിയുൽ മുർസലീൻ ഇത്തബിയു അല്ലാ യസ്അലുക്കും അജ്റാ വഹും മുഹ്തദൂൻ. യാസീൻ സൂറത്തിൽ ഒരാൾ വന്ന് പറഞ്ഞില്ലേ, ഈ പ്രതിഫലം ആഗ്രഹിക്കാതെ, പ്രതിഫലം എന്ന് പറഞ്ഞാൽ വെറും പൈസ മാത്രമല്ല. പ്രതിഫലം വന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ ആളാവണം, ജനങ്ങളുടെ ഇടയിൽ ഞാൻ വലിയ അറിയപ്പെടുന്നവനാവണം, ജനങ്ങളുടെ ഇടയിൽ എൻ്റെ ഫോട്ടോ പ്രസിദ്ധീകരിക്കപ്പെടണം, ഇതൊക്കെ പ്രതിഫലമാണ്.
അങ്ങനെ ഒരാഗ്രഹവുമില്ലാതെ, പ്രതിഫലം ആഗ്രഹിക്കാതെ ഹിദായത്ത് സിദ്ധിച്ചവരോട് നിങ്ങൾ പിൻപറ്റണം. അവരായിരുന്നു നമ്മളുടെ മുൻഗാമികൾ. എന്തുകൊണ്ട് അവർ ചരിത്രം എഴുതി വെച്ചില്ല? എന്തിനാണ് എൻ്റെ ചരിത്രം എഴുതി വെക്കുന്നത്? എൻ്റെ പ്രവർത്തനം അള്ളാഹു സ്വീകരിച്ചാൽ മതി, എൻ്റെ പ്രവർത്തനം അവിടെ ഫലപ്പെട്ടാൽ മതി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, എത്രമാത്രം ചരിത്രങ്ങൾ അവർക്ക് എഴുതി വെക്കാനുണ്ടായിരുന്നു. നൂറുകണക്കിലുള്ള മുജല്ലദാത്തുകൾ, വാല്യങ്ങൾ എഴുതി വെക്കാനുള്ള ലക്ഷക്കണക്കിലുള്ള ചരിത്ര സംഭവങ്ങൾ അവർക്ക് പറയാനുണ്ട്, അവരെപ്പറ്റി വായിച്ചെടുക്കാനുണ്ട്, നാം മനസ്സിലാക്കി അതിനോട് പിൻപറ്റാനുണ്ട്. പക്ഷേ അതിലേക്കൊന്നും അവർ തിരിഞ്ഞില്ല. അങ്ങനെയാണ് മഹാന്മാർ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് എത്ര ഗ്രന്ഥങ്ങളോട് എഴുതിയിട്ടുണ്ട്? അധിക ഗ്രന്ഥങ്ങളൊന്നും എഴുതിയിട്ടില്ല. എന്താ കാരണം? ഈ സമൂഹത്തെ നന്മയിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ ഈ സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവനും അതിനുപയോഗപ്പെടുത്തി. ശൈഖുന എന്താ പറയുക? അതൊക്കെ മുൻഗാമികൾ രചിച്ച കിതാബുകളുണ്ട്, ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ചെറിയ ചെറിയ റിസാലകൾ ഉണ്ടാക്കി അതിങ്ങനെ വായിച്ചു നോക്കിയാൽ, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി തങ്ങളുടെ കാലഘട്ടമായിരുന്നുവെങ്കിൽ ആലോചിച്ചു പോകും. ശൈഖുനായുടെ വരികൾ, ആ വരികളെ വ്യാഖ്യാനിച്ചുകൊണ്ട് വലിയ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കപ്പെടുമായിരുന്നു. അങ്ങനെയുള്ള ശൈഖുന ഹദീസ് ഗ്രന്ഥങ്ങൾക്കോ മറ്റോ വ്യാഖ്യാനങ്ങൾ എഴുതുകയാണെങ്കിൽ അതെത്രമാത്രം നമ്മൾക്ക് ഫലപ്പെടുമായിരുന്നു. പക്ഷേ ചെയ്തില്ല, അതിന് ഒഴിവുണ്ടായില്ല. ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി സമയം നീക്കിവെച്ചു. അത് തന്നെയാണ് നമ്മുടെ പൂർവികന്മാരായ ആളുകളും ചെയ്തത്. അതുകൊണ്ടാണ് അവരുടെ ചരിത്രങ്ങൾ കൂടുതൽ നമ്മൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കാത്തത്. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ, ഈ കാണുന്ന ഇന്നത്തെ ഈ അന്തരീക്ഷം, ഈ ഇസ്ലാമിക അന്തരീക്ഷം, ഈ ഹിദായത്ത്, ഈ സുന്നത്ത് ജമാഅത്ത്, ഈ സമസ്ത, ഇതെല്ലാം അവർ കൊളുത്തിവെച്ച ആ പ്രകാശത്തിൻ്റെ തുടർച്ചയാണ്. ആ പ്രകാശം നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിൻ്റെ ശേഷം മഹാന്മാരായ മഖ്ദൂമികൾ ഏറ്റെടുത്തു. അവരും അങ്ങനെ തന്നെ. അവരെ ചരിത്രങ്ങൾ എഴുതി വെക്കാനല്ല അവർ കൂടുതൽ ശ്രമിച്ചത്. അവർക്ക് കിട്ടിയ പൂർവികരുടെ ചരിത്രങ്ങൾ, മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ എഴുതി അവർ ഗ്രന്ഥങ്ങൾ ഈ സമൂഹത്തെ തെർബിയത്ത്, തസ്കിയത്ത് ചെയ്യാനുള്ള പണിയാണ് നോക്കിയത്. അതിന് മുത്തഫരിദ് മുതൽക്ക് നൂറുൽ അബ്സാർ വരെ, ഫതുഹുൽ മുഈൻ വരെ, ഇർഷാദ്, മുർഷിദ് എന്നാ കിതാബിന് പേരുള്ളത്. ഇർഷാദ്, മുർഷിദ്, ഇർഷാദുൽ ഇബാദ്, ഈ പാവപ്പെട്ട അടിയങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ എന്താ വേണ്ടത്, അത് ഉൾക്കൊള്ളിക്കുന്നൊരു ഗ്രന്ഥം രചിക്കണം. എന്നിട്ട് അതിന് ഇർഷാദുൽ ഇബാദ് എന്ന് പേരിട്ടു, വേറൊന്നിന് മുർഷിദ് എന്ന് പേരിട്ടു. ഒക്കെ മഖ്ദൂമിങ്ങൾ ചെയ്തതാ. ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ രചിച്ച് അത് സമൂഹത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം മുതൽക്ക് ഉപരിപഠന വിദ്യാഭ്യാസം നൽകി സർട്ടിഫിക്കറ്റ് വരെ പൊന്നാണിയിൽ നിന്ന് കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മഖ്ദൂമിങ്ങൾ വലിയ തസ്കിയത്തും തെർബിയത്തും ചെയ്തുകൊണ്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിയത്. പക്ഷേ അപ്പോഴേക്കൊക്കെ ചരിത്ര ക്രോഡീകരണത്തിൻ്റെ കാലഘട്ടങ്ങളായതുകൊണ്ട് നമ്മൾക്ക് അവരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു എന്ന് മാത്രം. ബഹുമാനികളെ, അവരുടെ ആ തസ്കിയത്തിൻ്റെ തെർബിയത്തിൻ്റെ ആ കാലഘട്ടം കഴിഞ്ഞു. അവരിലൂടെ ആ പ്രകാശം പിന്നീട് ഉൾക്കൊണ്ടത്, അത് ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1920കളിൽ ഇവിടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ബിദ്അത്ത് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഇദാ ലഹറൽ ബിദ്ഉ വസക്കത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്, ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ആലിമീങ്ങൾ മൗനം പാലിച്ചാൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവുന്നു. അതൊരിക്കലും ഉണ്ടാവില്ല. ആലിമീങ്ങൾ അതിന് നിൽക്കൂല. ആ കാലഘട്ടത്തിലുള്ള ഉലമാ
ആ കാലഘട്ടത്തിലുള്ള ഉലമാഇൻ്റെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് രൂപം നൽകി. ആ ഉലമാഇൽ സാദാത്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലാത്തവരും ഉണ്ടായിരുന്നു. സാദാത്യങ്ങളാകുന്ന ഉലമാവും അല്ലാത്ത ഉലമാവും ഒത്തുചേർന്നുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് രൂപം നൽകി. സമസ്തയുടെ സമ്മേളനങ്ങൾ ഇവിടെ ബിദ്അത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി, ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല, സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. ബിദ്അത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ സാദാത്യങ്ങളും അല്ലാത്തവരുമായ ഉലമാ, തിരഞ്ഞെടുക്കപ്പെട്ട ഉലമാ 40 ആലിമീങ്ങൾ, അതാണ് എൻ്റെ അതോറിറ്റി. അതിൻ്റെ ഉന്നതാധികാര സമിതി അതാണ്. ഇന്ന് 14 കീഴ്ഘടകങ്ങൾ നമുക്കുണ്ട് എങ്കിൽ അതിൻ്റെ അതോറിറ്റി സമസ്ത കേരള കേന്ദ്ര മുഷാവറയാണ്. ആ മുഷാവറയുടെ തീരുമാനം, ആ തീരുമാനമാണ് കീഴ്ഘടകങ്ങളെല്ലാവരും അംഗീകരിച്ചു പോരുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കീഴ്ഘടകങ്ങളൊക്കെ കേന്ദ്ര മുഷാവറ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ 100% ആ തീരുമാനം അംഗീകരിക്കും. മുഷാവർ എന്തോ പറയട്ടെ, നമ്മൾ വേറെ തീരുമാനിക്കുക എന്ന് പറയുന്നൊരു സ്വഭാവം അതുകൊണ്ട് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും ജമിയത്തുൽ മുഅല്ലിമീനാണെങ്കിലും SYS ആണെങ്കിലും SKSF ആണെങ്കിലും മറ്റ് സംഘടനകളാണെങ്കിലും SBV വരെയുള്ള മറ്റേത് സംഘടനകളാണെങ്കിലും മുഷാവർ ഒരു തീരുമാനം എടുത്താൽ അത് അംഗീകരിക്കൂല എന്നുള്ള ഒരവസ്ഥ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും ഉണ്ടാവുകയുമില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ഒരു നിലക്കുള്ള കേന്ദ്ര മുഷാവറ 98 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെയുള്ള ഒരു ജൂൺ മാസത്തിൽ 26-ാം തീയതി രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ അടുത്ത ജൂൺ 26-ാം തീയതി, പിന്നത്തെ ജൂൺ 26-ാം തീയതി വരുമ്പോൾ സൂര്യവർഷപ്രകാരം നമ്മൾക്ക് 100 വർഷം തികയുകയാണ്. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീൻ. അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞു, അവരെ ഗുഹയിൽ അവർ 300 കൊല്ലം താമസിച്ചു എന്ന്. ഏതാ വർഷം? സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100-ാം വാർഷികം എന്ന് പറയുന്നത് ഏത് വർഷമാണോ അത് സൂര്യവർഷം. അത് തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ ഒരു വാർഷികം, 300-ാം വാർഷികം എന്ന് പറയാവുന്ന വിധത്തിൽ വലബിസൂ ഫീ കഹ്ഫിഹിം, ആ ഗുഹാവാസികൾ അവരുടെ ഗുഹയിൽ 300 വർഷം താമസിച്ചു. അത് സൂര്യവർഷമായിരുന്നു. അന്ന് ക്രിസ്താബ്ദമൊന്നുമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിർത്തിയില്ല. വസ്ദാദു 300 സൂര്യവർഷം കൂടുമ്പോൾ 9 ചന്ദ്രവർഷം ഉണ്ടാവും. അതുകൊണ്ട് അറബികളൊക്കെ സാധാരണ പ്രയോഗിച്ച് വരുന്ന വർഷമാണ് ചന്ദ്രവർഷം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു 9 വർഷം കൂടിയും കൂടും. അപ്പം 300-ന് 9 ആകുമ്പോൾ 100-ന് എത്ര ഉണ്ടാവും? 300-ൻ്റെ 3-1 100. അപ്പോൾ 9-ൻ്റെ 3-1 എടുക്കുക, 3 തന്നെ. അപ്പോൾ 3 വർഷം 98-ൽ കൂടി 100-ൽ കൂടി 103 ആവും. നമ്മളുടെ 100-ാം വാർഷികം അത് ചന്ദ്രവർഷപ്രകാരം, ഹിജറ വർഷപ്രകാരം അത് 103 വർഷമാകും. ഇന്നിപ്പോൾ നമ്മൾ ഈ സമ്മേളനത്തിനെ സംബന്ധിച്ച് ചന്ദ്രവർഷപ്രകാരം 100-ാം വാർഷികത്തിൻ്റെ ഈ വർഷം തന്നെ 100-ാം വാർഷികമാണെന്ന് പറഞ്ഞ വിരോധമല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ നിലനിന്നത്, ഇതുവരെ ഇത് വളർന്നു വന്നത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ചരിത്രം പരിശോധിക്കണം. ഒരുപാട് സമ്മേളനങ്ങൾ, ഫറൂഖ് സമ്മേളനം, കാര്യവട്ടം സമ്മേളനം, അങ്ങ് വടകര സമ്മേളനം, താനൂർ സമ്മേളനം, ഒരുപാട് സമ്മേളനങ്ങൾ, ഡസക്കണക്കിലുള്ള സമ്മേളനങ്ങൾ, വലിയ വലിയ സമ്മേളനങ്ങൾ. ആ സമ്മേളനങ്ങളൊക്കെ ഇവിടെ നടന്ന അതിൻ്റെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ സമൂഹം ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ആ സമ്മേളനങ്ങൾ നടത്തിയത്.
ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ആ സമ്മേളനങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ സമ്മേളനങ്ങളിൽ സ്വാഗത സംഘം രൂപീകരിക്കുമ്പോൾ ഉലമാക്കൾക്ക് പുറമെ വലിയ മഹാന്മാരായ നാട്ടിലെ പ്രമാണിമാരായ ഉമറാക്കളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്വാഗത സംഘങ്ങളാണ് രൂപീകരിക്കപ്പെട്ടത്. ഒരു ഉലമാക്കളും ഉമറാക്കളും മാത്രം മതിയോ? ഇവിടുത്തെ ബഹുജനം, ആ ബഹുജനത്തിൻ്റെ വലിയ പിന്തുണ. ഒരു സമ്മേളനം, സമസ്ത ഒരു സമ്മേളനം ഉണ്ടാക്കിയാൽ അന്ന് ഇവിടെ കാറും ബസ്സും ബൈക്കും വാഹനങ്ങളൊന്നുമില്ല, ഇതുപോലെയുള്ള സൗകര്യങ്ങളും റോഡ് സൗകര്യങ്ങളൊന്നുമില്ല, റബ്ബറൈസ് ചെയ്ത റോഡുകളൊന്നും ഒന്നുമില്ല. പക്ഷേ സമസ്തയുടെ പേരിലൊരു സമ്മേളനം ഉണ്ടാക്കിയാൽ ആ സമ്മേളനത്തിന് എത്രയോ കിലോമീറ്റർ ഒന്നും വന്ന് പറയലില്ല, എത്ര മൈൽ എന്നാ പറയാം, അനവധി മൈലുകൾ നടന്ന് 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 ആ സമയത്ത് ഇവിടുത്തെ പൊതുജനങ്ങൾ എത്തിച്ചേരും. അതാണ് സമസ്തയുടെ ചരിത്രം. നിങ്ങൾ നോക്കൂ, നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ കാസർഗോഡുള്ള ആളുകൾ വന്നിട്ടുണ്ട്, മംഗലാപുരത്തുള്ള നമ്മളെ സുഹൃത്തുക്കളുടെ യോഗത്തിന് സമ്മേളനത്തിന് വന്നിട്ടുണ്ട്. അത്രയും ദൂരത്തുള്ള ആളുകളൊക്കെ ആലപ്പുഴ എന്ന് പറയുന്ന വളരെ തെക്ക് ഭാഗത്തുള്ള ഒരു ജില്ലയിൽ വെച്ചിട്ടൊരു സമ്മേളനം നടത്തിയപ്പോൾ എവിടുന്നൊക്കെ ആളുകൾ വന്നു, എത്ര ലക്ഷമാണ് പങ്കെടുത്തത്? അവിടെ പങ്കെടുത്ത ആളുകൾ നമ്മൾ പറയണ്ട, ജനങ്ങൾ പറയട്ടെ. അവിടുത്തെ ജനങ്ങൾ പറയുന്നത് 25 ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്നാണ്. അവിടെ സ്റ്റേജ് ഒരുക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ അവിടെ പോയി കാൽനടയായിട്ട് ഞാൻ ഭൂമി ഇളക്കലുണ്ട്. അപ്പോൾ 1.25 കിലോമീറ്ററാണ് അതിൻ്റെ നീളം, കിലോമീറ്റർ 1.25 കിലോമീറ്റർ. വീതി പറയാൻ പറ്റൂല. ഒരു ഭാഗത്ത് കടൽ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി എവിടേക്കാ പോകണമെന്ന് വെച്ചാൽ എത്ര കിലോമീറ്ററും ആവാം, ഒരുക്കാനും ഏറ്റാനും പറ്റും. 90ാം വാർഷികം. ഇന്നിപ്പോൾ നമ്മൾ ബാംഗ്ലൂർ സമ്മേളനം നടത്തി. ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ എത്ര ചുരം കയറിയിട്ട് പോകണം. കർണാടകത്തിൽ നിന്ന് വരികയാണെങ്കിലും നമ്മളെ കേരളത്തിൽ നിന്ന് പോവുകയാണെങ്കിലും അല്ല തമിഴ്നാട്ടിൽ നിന്ന് പോവുകയാണെങ്കിലും കർണാടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോവുകയാണെങ്കിലും ചുരം കയറിയിട്ട് പോകണം. അവിടെ എങ്ങനെ സമ്മേളനം വിജയിക്കുമോ? ചിലർക്കൊരു സംശയം. എന്താണ് സംഭവിച്ചത്? നമ്മളവിടെ തിരഞ്ഞു നടന്നു, ഒരു ഗ്രൗണ്ട് ആദ്യം കണ്ടെത്തി, നമ്മുടെ പ്രവർത്തകരൊരു ഗ്രൗണ്ട് കണ്ടെത്തി. പക്ഷേ നമ്മൾക്ക് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കിട്ടിത്തുടങ്ങി. ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര ബസ്, ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര വാഹനം, ഒരിക്കലും ഈ ഗ്രൗണ്ടിൽ ഉൾക്കൊള്ളാൻ കഴിയൂലാൻ തീരുമാനിച്ചു. അങ്ങനെ തൊട്ടടുത്ത ഗ്രൗണ്ടിലേക്ക് പോയി. അൽഹംദുലില്ലാഹ്, വളരെ വിശാലമായ ഒരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് നമ്മൾക്ക് വളരെ സംതൃപ്തിയോടുകൂടെ നമ്മൾ തീരുമാനിച്ചു. പക്ഷേ വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യും? അങ്ങനെയുള്ള ആൾക്കെണ്ണ ഓരോ വാഹന എവിടെ ഈ വരുന്ന സമസ്തൻ്റെ പ്രവർത്തകരുടെ അണികളുടെ വാഹനം എവിടെ പാർക്ക് ചെയ്യും? നമ്മുടെ പ്രവർത്തകർ ആരാണ് ബാംഗ്ലൂരിൽ നമ്മൾക്ക് പ്രവർത്തിക്കാനുണ്ടാകുക? അവിടെ ചെന്ന് നോക്കിയാലല്ലേ അറിയാൻ കഴിയുള്ളൂ. നമ്മൾക്ക് തോന്നിപ്പോയി, ഇത്രമാത്രം വളമക്കൂറുള്ള ഒരു പ്രദേശമാണോ സമസ്തക്ക് ബാംഗ്ലൂർ? അവിടെയുള്ള നമ്മുടെ പ്രവർത്തകർ അതിൻ്റെ തൊട്ട് തന്നെ, അതിൻ്റെ പരിസരത്ത് തന്നെ എത്ര വാഹനങ്ങൾ വന്നാലും പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള, ആ ഗ്രൗണ്ട് നിറഞ്ഞൊഴുകിയാലും അവർക്ക് മുഴുവനും പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള പാർക്കിംഗ് അവർ കണ്ടുപിടിച്ചു. അത് കണ്ട് നമ്മളുടെയൊക്കെ കണ്ണ് കുളിർമയായി. പഠിച്ചവനെ എന്താ ചെയ്യുക, ബേജാറ്. പക്ഷേ ആ പാർക്കിംഗ് സൗകര്യങ്ങൾ കണ്ട് കണ്ണ് കുളിർമയായി. അവിടെയൊക്കെ ലൈറ്റ് അണിയിച്ചു. വെളിച്ചമുള്ള രാത്രിയിലെ സമ്മേളനം, ഒരു മഹാത്ഭുതം. സമസ്തയുടെ കറാമത്ത് നമ്മുടെ നേതാക്കൾ വരക്കൽ മക്കാമിൽ പോയി സിയാറത്ത് ചെയ്തു. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമായുടെ വരക്കൽ തങ്ങളുടെ ആ പുണ്യമായ മക്കാമിങ്ങലും അതുപോലെയുള്ള നമ്മുടെ ഷെയ്ഖ് തങ്ങളുടെ മറ്റു മഹാന്മാരുടെ ഒക്കെ അവിടെയൊക്കെ ചെന്ന് സിയാറത്ത് ചെയ്ത്
അവരോടൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി, ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അൽഹംദുലില്ലാഹ്, ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, ആ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, മദദ് കൊണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കറാമത്ത് കൊണ്ട് എത്രമാത്രം അപകടങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു, ഒന്നും സംഭവിക്കാതെ വളരെ നിസ്സാരമായ ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങൾ ഒഴിച്ച് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ സമ്മേളനം നമ്മൾക്ക് നടത്താൻ സാധിച്ചു. എത്ര ലക്ഷങ്ങളാണ് അവിടെ പങ്കെടുത്തത്? എത്ര ലക്ഷങ്ങളാണ് പങ്കെടുത്തത്? എനിക്കറിയില്ല. അതിൻ്റെ നീളവും വീതിയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ അതിൻ്റെ ലക്ഷങ്ങളുണ്ട്, ഞാൻ പറയില്ല. ജനങ്ങളെന്താ പറയുന്നു എന്ന് അന്വേഷിച്ച് നോക്കി. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു സമ്മേളനം. ഏറ്റവും വലിയ വനം ഏതാണ്? ഏറ്റവും വലിയ അടുത്തുള്ള വനം ഏതാ? അട്ടപ്പാടിയാണോ? സൈലന്റ് വാലിയാണോ? കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും ഇടയിലുള്ള വലിയ വലിയ വനങ്ങളുണ്ട്, വന്യമൃഗങ്ങളുടെ വനങ്ങളുണ്ട്. അവിടെ പോയി ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടാക്കി. ഞാൻ പറയട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ആ കൊടും വനത്തിൻ്റെ മധ്യത്തിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെയും സമസ്തയുടെ മക്കൾ, സമസ്തയെ സ്നേഹിക്കുന്ന ഈ സമൂഹം ആ ഗ്രൗണ്ട് മുഴുവനും നിറച്ച് അവിടെ വന്നെത്തും. യാതൊരു സംശയവും അതിൽ വേണ്ട, ഒരു സംശയവും വേണ്ട. കേരള മുസ്ലിം സമൂഹം ഒറ്റപ്പെട്ട ചെറിയ ന്യൂനപക്ഷം ഒഴിച്ച് ബാക്കിയുള്ളവർ മുഴുവനും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അനുയായികളാണ്, അനുഭാവികളാണ്, സമസ്തയെ സ്നേഹിക്കുന്നവരാണ്. എല്ലാവരും സമസ്തയെ സ്നേഹിക്കുന്നവരാണ്. അതിൻ്റെ ഇടയിൽ ഇബ്ലീസിൻ്റെ പണി ആരെങ്കിലുമൊക്കെ എടുക്കും. അതൊരിക്കലും അത് വിജയിക്കൂല, അത് പരാജയപ്പെടും. അങ്ങനെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി ഉമ്മത്തിൻ അദുവൻ എന്ന് പറഞ്ഞില്ലേ, എല്ലാ നബിമാർക്കും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. നബിമാറുകളുടെ അനന്തരാവകാശികളാകുന്ന പണ്ഡിതന്മാർ നേതൃത്വം വഹിക്കുന്ന ഈ സംഘടനയ്ക്ക് ഉണ്ടായിക്കൂടെ? അപ്പോൾ ശത്രുക്കളുണ്ടാകും. പക്ഷേ ആര് ശത്രുത വെച്ചാലും ഇന്ന് കേരളത്തിലല്ല, ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയല്ല. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് എപ്പോഴും പറയണതാ, മൈസൂർ സോപ്പ് എന്ന് പറയുന്ന മാരിക്കത് മൈസൂർക്കാർക്ക് മാത്രമുള്ളതല്ല. അന്ന് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചത് കൊണ്ട്, അതിൻ്റെ ആസ്ഥാനം കേരളമായതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്ന് ദേശീയ ജമിയത്തുൽ ഉലമയായി. ദേശീയം മാത്രമല്ല, അന്തർദേശീയം. ലോകത്തെവിടെയും ഏത് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏത് രാഷ്ട്രത്തിൽ പോയാലും അവിടെയൊക്കെ സമസ്തയുടെ പ്രവർത്തകരും പ്രവർത്തനങ്ങളും നിറഞ്ഞൊഴുകുകയാണ്. ഇത് സമസ്ത കേരള, സമസ്ത ലോക ജമിയത്തുൽ ഉലമയായി മാറിക്കഴിഞ്ഞു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയല്ല, സമസ്ത ദേശീയ നാഷണൽ ജമിയത്തുൽ ഉലമയല്ല, ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര ജമിയത്തുൽ ഉലമയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സമസ്തയുടെ പ്രവർത്തനങ്ങൾ. ആ ഓരോ പ്രവർത്തനങ്ങളെയും വിശദീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അതിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അതിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രം എന്ന് പറഞ്ഞാൽ പോരാ, ഇത് എല്ലാ മതക്കാർക്കും ഈ സമസ്തയുടെ നിലനിർത്തൽ ആവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. കൊറോണ സമയത്ത് പ്രളയമുണ്ടായ സമയത്ത്, നിലമ്പൂർ ഭാഗത്ത് പ്രളയമുണ്ടായി. ആ സമയത്ത് വയനാട്ടിൽ പോയി സമസ്തയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി, അതിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടി പോയി. അവിടെ മുസ്ലിങ്ങളുണ്ടായിരുന്നു, അമുസ്ലിങ്ങളുണ്ടായിരുന്നു. അത് വിതരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു അമുസ്ലിം സുഹൃത്ത്, പാവപ്പെട്ട ഒരാൾ, അയാൾ ജീവിതത്തിൽ 25,000 റുപ്യയാണ് അയാൾക്ക് കൊടുത്തത്. 25,000 റുപ്യ അയാളെ ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അയാൾ സന്തോഷം കൊണ്ട് വന്ന് നമ്മളിൽ ഒരാളുടെ കാലിക്കൽ വന്ന് സുജൂദ് ചെയ്യാണ്, അയാളെ സന്തോഷം കൊണ്ട്. അപ്പോൾ അയാളോട് പറഞ്ഞു, ഈ പണി പറ്റൂല, ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ സാഷ്ടാംഗം ചെയ്യാൻ പാടില്ല. അയാളെ കൈ പിടിച്ച് ഉയർത്തി
അയാളോട് പറഞ്ഞു മേലിങ്ങനെ ചെയ്യരുത്. അയാളെ സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ച് അയാൾ പറഞ്ഞയച്ചു. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ എല്ലാവർക്കും ആവശ്യമാണ്. അതിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ അതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. അതൊക്കെ മഹാന്മാരായ ആളുകൾ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ നാൾ വഴികളിലേക്ക് ഇപ്പോൾ ഈ വൈകിയ വേളയിൽ പ്രവേശിക്കുന്നില്ല. എല്ലാം നമ്മൾക്ക് കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾക്കിവിടെ 100ാം വാർഷികത്തിനോടനുബന്ധിച്ച് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ ബാംഗ്ലൂർ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. സംഘടനാ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, കാരുണ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഭംഗിയായി നമ്മൾക്ക് നടത്തണം. അതിൻ്റെ സ്ഥലം എവിടെ എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഇപ്പോഴും പറയാനായിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് കാസർഗോഡ് മുതൽക്ക് തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി 2 കൊല്ലം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കണ്ടുപിടിച്ച് അത് നേതാക്കളുടെ മുഷാവറയുടെ അംഗീകാരത്തോടു കൂടെ അത് പ്രഖ്യാപിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊന്നും നമ്മളെ കഴിവല്ല, ഇതൊന്നും ഒരാളുടെയും കഴിവല്ല. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഏതൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കണം എന്നാണ്. ഇതാരോട് പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കുക. പൊങ്ങച്ചം ആർക്കും ഉണ്ടാകരുത്. നമ്മളൊരു വിജയം ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു പൊങ്ങച്ചം ഉണ്ടാകാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സ്തുതി. അള്ളാഹുവാണിത് വിജയിപ്പിച്ചത്, അള്ളാഹുവാണിത് നടത്തിത്തന്നത്. ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമ്മൾക്കുണ്ടായ സഹായമാണെന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. അള്ളാഹുവിനെ സ്തുതിക്കുക. പൊങ്ങച്ചമോ അഹങ്കാരമോ ആർക്കും ഉണ്ടാകാൻ പാടില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ എല്ലാവരും അവതരിപ്പിച്ച പ്രമേയം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സംഘടനയാണെന്ന്. അതുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളിൽ ഒരണുവോളം അതിൽ നിന്ന് വ്യതിചരിക്കാതെ, അതിൽ വിട്ടുവീഴ്ച ചെയ്യാതെ, അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഐക്യത്തിനു വേണ്ടി, സാഹോദര്യം നിലനിർത്തുന്നതിന് വേണ്ടി, നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ കെട്ടുറപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുക. ഒരൊറ്റ മനസ്സായി ഒരു ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മക്കളെപ്പോലെ ഈ കേരള മുസ്ലിങ്ങളും നമ്മളോട് ബന്ധപ്പെട്ട ഇന്ത്യയിലെ മുസ്ലിങ്ങളും ലോക മുസ്ലിങ്ങളും, ഇത് വലിയ ലോക സംഘടനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. എൻ്റെ